നമ്മളെ തായ്ലൻഡ് വെറൈറ്റി ആയിട്ടുള്ള നാംടോക്കുമായുടെ തൈകൾ ചോദിച്ചു ഒരുപാട് പേര് വിളിച്ചിരുന്നു. വലിയ തൈകൾക്കും വിളിച്ചിരുന്നു, ചെറിയ തൈകൾക്കും വിളിച്ചിരുന്നു. അപ്പോൾ നമ്മളെടുത്തിപ്പോൾ വലിയ സ്റ്റോക്ക് നല്ല മാങ്ങ കായ്ച്ചൊക്കെ നമ്മളെടുത്തിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാവുകളാണ്. ഒരു 7 അടി പൊക്കം, അതുപോലെ 5 അടി പൊക്കം, പൂവിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം ബുഷായിട്ടുള്ള ഒരുപാട് തൈകൾ നമ്മളെ ഇരുത്തുന്നുണ്ട്. ഈ തായ്ലൻഡ് നാംടോക്കുമായുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കായ്ക്കണ, നല്ല രീതിയിൽ കായ്ക്കണ മാവാണ്. ഇത് മാങ്ങയുടെ വലുപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം വരുന്ന, നല്ല രീതിയിൽ വലുപ്പം വരുന്ന, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവാണ് നമ്മൾ നാംടോക്കുമായ എന്ന് പറഞ്ഞത്. മുറ്റത്തൊക്കെ നമുക്ക് ബുഷ് രൂപത്തിൽ നമുക്ക് വരുന്ന ഒരു മാവാണ് കേട്ടോ. ഒരു പ്രത്യേകത കൂടിയുള്ള മാവാണ്. അതുപോലെ തന്നെ കാലാപ്പാടി എല്ലാം നമുക്ക് ഇവിടെ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യത്തിനുള്ളത് നമ്മളെടുത്ത് സ്റ്റോക്കുള്ളൂ. അപ്പോൾ നല്ല അത്യാവശ്യം ബുഷായിട്ടുള്ള മാവുകൾ നമ്മളെടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള മാവുകൾ ഡ്രമ്മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കവറുകളുള്ള മാങ്ങ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബുഷായിട്ട് നല്ല രീതിയിൽ കായ്ക്കുന്ന മാവുകളാണ് ഈ നാംടോക്കുമായി എന്ന് പറഞ്ഞുള്ളത്. ഞാൻ ഇതിൻ്റെ മാത്രം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ഈ മാങ്ങയുടെ പ്രത്യേകത കണ്ടിട്ടും അതുപോലെ അതിൻ്റെ രുചി കണ്ടിട്ടും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു. ചെറിയ തൈ ഉണ്ടോ, അതുപോലെ പൂവിട്ട തൈകളുണ്ടോ. പൂവിട്ട തൈകൾ നമ്മളെടുത്തിപ്പോൾ ഒരു 5-6 തൈകൾ നമ്മളെടുത്ത് അത്യാവശ്യം ബുഷായിട്ടുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മാങ്ങ കായ്ച്ചതും അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് ബുഷ് കുറവുണ്ട് വെച്ചിട്ട് നമ്മൾ നോക്കണ്ട. നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ മാങ്ങ 1-2 മാങ്ങകൾ ഉണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ടൈമിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്ന ടൈമിൽ ഇത് എന്തായാലും അതിൽ നിന്ന് ചാടിപ്പോകും. അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റുള്ള മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങ കായ്ക്കുമ്പോൾ പറഞ്ഞാൽ മരത്തിന് കുറച്ച് കരുത്ത് കുറവാകും. അപ്പോൾ ഇത് ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മരം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത രീതിയിൽ നല്ല രീതിയിൽ ബുഷായി വന്ന് നല്ല രീതിയിൽ വരുന്ന മാവുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനോ അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ ടെറസിൽ വെക്കാനൊക്കെ ഉള്ള മാവുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് നാംടോക്കുമായുണ്ട്, കാലാപ്പാടിയുണ്ട്, കുളമ്പുണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റി മാവുകൾ നമ്മളടുത്ത് വേറെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം വളാഞ്ചേരി കാവുമ്പ്രത്താണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വലിയ മാങ്ങകളാണ് കായ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് നല്ല തൈകളുണ്ടെങ്കിൽ അവിടുന്ന് സെലക്ട് ചെയ്താലും മതി. അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിങ്ങൾ മലപ്പുറം വളാഞ്ചേരി കാവുമ്പ്രത്ത് ഇതുവഴി പോകണവരോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് വിളിച്ചാൽ മതി. നമ്മുടെ നമ്പറിലൊന്ന് വിളിച്ചാൽ നമ്മൾ ഈ തൈകൾ നിങ്ങൾക്ക് എത്തിച്ചേരും കേട്ടോ.